നമസ്കാരം. ഇയാളെ വീട്ടിൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മളെ വീടിന്റെ ഹസ്കി പപ്പിയാട്ടാ. കണ്ടോ ചെക്കനെ കണ്ടോ? ഇവനിപ്പോ ഒരു വാക്സിനേഷൻ കഴിഞ്ഞു. ഇപ്പോ 52 ദിവസത്തിനടുത്ത് പ്രായമായി. ഓക്കെ, ഇതാണ് ഇവന്റെ കണ്ണ്. കാണിക്കാം. ഓക്കെ, ഈ ഒരു പപ്പിയാണ് നമുക്ക് ബാക്കിയുള്ളത്. നമ്മളടുത്തൊരു കാനഗോസ് പപ്പിയുണ്ട്. അവനിപ്പോ 8 മാസം പ്രായമുണ്ട്. നമ്മളവനെ സെയിലിന് വേണ്ടി വെച്ചിട്ടില്ലാണ്. ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് തരാണ്. ഓൾറെഡി ഒരു ബേസിക് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഷോ Good boy. Good boy. Nice. 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 Good boy. Nice. 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 Good boy. Nice. Good boy. Okay. Oh! Go! Go! കൈ വായിക്കാൻ എന്ത് കിട്ടില്ല. എല്ലാം ശ്രദ്ധിക്കുക, നല്ല ചൂടാണ്. അപ്പൊ ഡോഗ്സിനെ ഈ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് ശരിക്കും ശ്രദ്ധിക്കുക. ഓൾറെഡി 2-3 മോശം കാര്യങ്ങൾ കേട്ട്. ഓക്കെ, കേരള ഇവൻ ലീഷിലൊക്കെയാണ്. പക്ഷെ നമ്മളെന്റെ ബേസിക് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ ലീഷിലൊക്കെയാണ്. ഓഫ് ലീഷിൽ അത്ര ഓക്കെ അല്ല. ഇവൻ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. ദേഹത്ത് ചാടി കയറുക, അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഇവനുണ്ട്. ആളിപ്പോ ഒന്ന് സെറ്റായി വന്ന് ഇയർ കോപ്പി ചെയ്ത്, പക്ഷെ ടൈൽ ഞാൻ ചെയ്തിട്ടില്ല. ടൈൽ ചെയ്യുന്ന സമയത്ത് ചില ഡോഗ്സ് സൈസ് ഷോർട്ടായി കാണിക്കുകയാണ് ചെയ്യാറുണ്ട്. ഇവനിപ്പോ സെയിം കളറാണ്, പാബ്ലോ സെയിം കളറാണ്. ഞാൻ പാബ്ലോയോട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇവൻ ഇനി സൈസും വെയിറ്റും വെക്കാനുണ്ട്. ഇവൻ ഒന്നും ആയിട്ടില്ല, കാരണം ഒരു 8 മാസം കഴിയുമ്പോ ഒന്നും ആയിട്ടില്ല. ഇനിയുണ്ട് ഒരു 4-5 മാസം ബാക്കിയുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പാബ്ലോ. ഇവനിപ്പോ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ഇവനിപ്പോ 5 cc ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് 4 ചെക്ക് ചെയ്താ, ശരി 5 cc ഉണ്ട്. ഇപ്പോ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി ഷോ ഗ്രൗണ്ടില് ചാമ്പ്യൻ ക്ലാസ്സിൽ സെക്കൻഡ് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഈ കെങ്കോസ് എന്ന് പറഞ്ഞ വീട് വലിയ പ്രശ്നക്കാരൊന്നും കേട്ടാ. ഇതുവരെ പറഞ്ഞത് എല്ലാവരും അതിന്റെ ബൈറ്റ് ഫോഴ്സിനെ കുറിച്ചാണ്. പക്ഷെ ബൈറ്റ് ഫോഴ്സിനെ കാട്ടിയും ഇവർക്ക് എന്താ പറയാ, ഇവർക്ക് അങ്ങനെ ഒരു ശീലങ്ങളില്ല, കടിക്കുക എന്നുള്ള ശീലങ്ങളൊന്നുമില്ല. പക്ഷെ കാണുമ്പോ ഭയങ്കര ലുക്കായിട്ട് തോന്നുമെങ്കിലും ആള് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഇതെന്നാണ് മെയിൻ ഒരു കളിയാണ് അവര്. ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡ്. അപ്പൊ ആള് ബ്രീഡിങ്ങിന് വേണ്ടി നമ്മുടെ അടുത്താണ്. പക്ഷെ ഇപ്പൊ ആൾക്ക് എന്താ പറയാ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ബ്രീഡിങ്ങിന് നോക്കിയല്ല,
പക്ഷെ ഒരു ഗാർഡുമായി വളർത്താൻ പറ്റുന്നതാണ്. നല്ല എന്താ പറയാ കാര്യം വെച്ചിട്ടുണ്ട്. ഈ കളിയാണ് ട്രെയിൻ ചെയ്തിട്ടില്ല. ഈ ഒരു കളി എല്ലാ ഡോഗ്സിലും ഉണ്ടാവും. നല്ല ലോങ് കോട്ട് മെയിൽ പപ്പിയാണ്. 6.5 മാസം പ്രായമുണ്ട്. ഫാദർ ഇമ്പോർട്ട് ആണ്, മദർ ചാമ്പ്യൻ ഡോക്ടറാണ്. നല്ല റൈൻസിലെ പപ്പിയാണ്. പക്ഷെ നമുക്ക് ബ്രീഡിങ്ങിന് ഇവർ ഓക്കെ അല്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ കൊടുക്കണം. ആർക്കെങ്കിലും ട്രെയിൻ ചെയ്ത് വേണമെങ്കിൽ ട്രെയിൻ ചെയ്ത് തരാം. അതല്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും കൊണ്ടുപോകാം. പിന്നെ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുക. ട്രെയിനിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായി ഡീൽ ചെയ്യാൻ പറ്റൂ. ഓക്കെ, വീഡിയോ പകർച്ച ശ്യാമിനെ കാണിച്ചു തരാം. ശ്യാം നമുക്ക് പണ്ട് ട്രെയിനിങ്ങിന് പോയതാണ്. ശ്യാമിന് ലീഷ് പുള്ളി ശ്യാമിനോട് പഠിച്ച സമയത്ത് ശ്യാം എങ്ങനെയായിരുന്നു കാണിച്ചു തരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലീഷ് പുള്ളിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇവൻ ഏകദേശം ഒരു 4 വർഷം മുമ്പ് ട്രെയിൻ ചെയ്തതാണ്. എന്നിട്ട് ഇപ്പൊ നമ്മൾ റീഫ്രഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്താ പറയാ, ആളിങ്ങനെ വലിച്ചോണ്ട് പോവാ ചെയ്യുന്നത്. ശ്യാം അപ്പൊ വിളിച്ചാൽ വരില്ല, കൂട്ടിക്കയറാൻ പറഞ്ഞാൽ അതുകൊണ്ട് അവര് അയച്ചു വിടാറില്ല. കൂട്ടിക്കയറാൻ പറഞ്ഞാൽ കൂട്ടിലും കയറില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് ശ്യാം അവന്റെ വന്ന് പുറത്തിറക്കി പറഞ്ഞ പ്രശ്നങ്ങൾ തീരട്ടെ. Good boy. Nice. No. Yes, good boy. Nice. No, Sam. No. Good boy. No. Sit. Good boy, Sam. Good boy. Nice. No. Here. No, here. Sam, here. Sam. No. Sam, here. Good boy. Nice boy. Okay. No. Good boy. Sam, no. Here. Good boy. Move. അപ്പൊ ഇങ്ങനെ നമുക്ക് നടക്കണം. ബാക്കിയൊക്കെ വീട്ടുകാരാണ്. ആളൊന്ന് റെഡി ആയി വരുന്നേ ഉള്ളൂ. Sam, here. No. Good boy. Nice. No. Good boy. Nice. അപ്പോ നമ്മൾ ഓഫ് ലീഷ് ട്രെയിനിങ് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. ആള് നമ്മളെ കൺട്രോളിലായിരിക്കണം. കയ്യിൽ വലിയ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഡോഗ് നമ്മളെ കൂടെ ആയിരിക്കണം. ഓക്കെ, ക്ലിക്ക്. Sam, click. Good boy. Okay, click. No, click. കൂട്ടിക്കാരൻ ശരീരം മടിയുണ്ട്. ഓക്കെ, അത് ബെറ്റർ ഏരിയയാണ്. അത് നമുക്ക് നല്ല നല്ല റേറ്റ്സ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇനി കാണിക്കേണ്ട ഒരു വെറൈറ്റി സാധനമാണ്. നമുക്ക് ഫസ്റ്റ് മീൻസ് ഈ ബ്രീഡ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ബോർബുൾ എന്നാണ് ബ്രീഡിന്റെ പേര്. ഒരു ബാംഗ്ലൂർ പോലത്തെ പപ്പിയാണ്. വാടാ മാൽക്കോ. ഓക്കേ, അത് ടെമ്പറേച്ചർ എത്ര ഓക്കെ ആയില്ല. അവിടെ കുറച്ചും കൂടി എ സിയിലൊക്കെ കിടന്നിട്ട് ഇവിടെ വന്നിട്ടാകുമ്പോ അത് കുറച്ചൊന്ന് എന്താ പറയാ പാനിക്കാണ്. ഇപ്പോ വന്നിട്ട് ഇപ്പൊ 2-3 ദിവസമായതേ ഉള്ളൂ. മാൽക്കോ, അതിലൊരു പ്രധാന പ്രശ്നം പറഞ്ഞത് വിളിച്ച അടുത്ത് വരും ചില സമയത്ത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ മൂത്രമൊഴിക്കും. മാൽക്കോ ബോർബിളാണ് ബ്രീഡ്. കുറെ ആൾക്കാർ ഈ ഒരു ബ്രീഡ് പപ്പി ഉണ്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്, ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ഒരു ഷെയ്ഡ് കൊടുക്കുക കൂടിനും ഡോഗ്സിനൊക്കെ. അത്യാവശ്യത്തിന് വെള്ളം കൊടുക്കുക. ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ ഉച്ചക്ക് ഫീഡ് ചെയ്യുന്നൊക്കെ ഒഴിവാക്കുക. രാവിലെ വൈകുന്നേരം അങ്ങനെ ചൂട് കുറഞ്ഞ സമയങ്ങളിൽ ഫുഡ് കൊടുക്കുക. പരമാവധി പച്ചക്കറി ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ സപ്ലിമെന്റ്സ്. പിന്നെ പ്രധാന പ്രശ്നം ഈ സമയത്ത് വരുന്ന ടിക്സിന്റെ ആണ്. ടിക്സ് പ്രധാന വലിയ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിനും സൊല്യൂഷൻ കണ്ടെത്തുക. പേടിയുണ്ടാ? പേടിയുണ്ടാ? ചെക്കന് ചെറിയ പേടിയുണ്ട്. ഒരു ഗാർഡ് എടുക്കാനാണ് ചെക്കൻ ഇങ്ങോട്ട് അയച്ചത്. ചെക്കന് ചെറിയൊരു പേടിയാണ്. മാർക്കോ
പറഞ്ഞോ. ഈ വെയിറ്റ് കൂടുതലുള്ള ഡോഗ്സിനെ ശ്രദ്ധിക്കുക. എപ്പോഴും അവർക്ക് ഈ പാസ്റ്റേണിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. ഇതിന് അങ്ങനെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം റെഡി ആവുമെന്ന്. പാസ്റ്റേൺ ചെറിയൊരു ബെൻഡ് കാണിക്കുന്നുണ്ട്. പറഞ്ഞോ വാ കണ്ടാ വേൾഡ് കണ്ട. ഇവന് ചെറിയൊരു പ്രശ്നം പാസ്റ്റേണിൽ കാണിക്കുന്നുണ്ട്. എന്താ ശരി, നമുക്ക് മനസ്സിലാവും. ഇത് ശരിക്കും പാസ്റ്റേൺ ഇങ്ങനെ വരേണ്ടതാണ്. ചെറിയൊരു ബെൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ടോപ്പ് ലൈനിൽ ലെവലായിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കാം. ഒരു സ്റ്റാൻഡോ കാര്യങ്ങളോ വെച്ചിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കാം. മാർക്കോ വാ, മാർക്കോ കേറ്. വേറൊരു വീടാണ്. അധികമാരും പ്രതീക്ഷിക്കാത്ത വീടാണ്. ആണ് വന്നിട്ടുള്ളത് അങ്ങ് ചെങ്ങന്നൂരിനാണ്. ബ്രീഡ് കൊമ്പായി. എന്റെ മെയിൻ പ്രശ്നം ഡ്രസ് കടിച്ചു കീറുകയാണ്. കടിക്കല്ലേ, കീറില്ല, കടിച്ചു കീറില്ല. പിന്നെ ചൂട് കാരണമാവില്ല. പിന്നെ കണ്ണിന് ഇങ്ങനെ വെള്ളം വന്നത് അത് കുറച്ച് ബെറ്ററാണ്. എന്നാലും ഇതൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു 4-5 ദിവസം ആയതുള്ളൂ. ചേട്ടാ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. അപ്പൊ നമ്മളൊരു ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 ആൾക്കാരെ നമ്മൾ ട്രെയിനിങ്ങിന് എടുക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഒരു ഒബീഡിയൻസ് ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു 20 days ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്യാമറ സെറ്റ്. അപ്പോൾ നമ്മളൊരു ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിനേഴ്സ് ട്രെയിനിങ് ഇപ്പൊ എന്തിനാ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10 ആൾക്കാരെ ട്രെയിനേഴ്സ് ട്രെയിനിങ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-20 ദിവസത്തെ ക്ലാസ് ആണ്. അതിൽ മിക്കവാറും പ്രാക്ടിക്കലിനായിരിക്കും. മീൻസ് ഇതൊക്കെ ചെയ്ത് തന്നെ ശീലിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊരു ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടൈമിൽ. നമ്മളിപ്പോൾ തിയറി കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മൊത്തം ഇവിടുന്ന് പ്രാക്ടിക്കൽ തന്നെ ആയിരിക്കും. തിയറി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നെറ്റിൽ പ്രാവശ്യം പഠിക്കാനായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ബാക്കി മൊത്തം പ്രാക്ടിക്കൽ ആയിരിക്കും. ഇഷ്ടംപോലെ ഡോഗ്സിന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇനിയും വേണമെങ്കിൽ ഇനിയും ചെയ്യാം. പിന്നെ സ്റ്റേ സൗകര്യങ്ങളൊക്കെ ഇവിടെ പുറത്താണ്. അത് എക്സ്ട്രാ ആണ്. അതിന്റെ പേയ്മെന്റ് ഒക്കെ എക്സ്ട്രാ ആണ്. അത് എത്ര ആൾക്കാരുണ്ടോ അവർക്ക് ഒരു ഗ്രൂപ്പ് ആയി താമസിക്കാൻ സൗകര്യം അവൈലബിൾ ആണ്. അപ്പൊ ആവശ്യക്കാർ എത്ര പെട്ടെന്ന് വിളിക്കാം. ഞാൻ ഈ ഏപ്രിൽ വരെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഏപ്രിലിനുള്ളിൽ കോഴ്സ് തീരും. 20 ദിവസത്തെ കോഴ്സാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഫീസും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കോഴ്സും കൂടി ഉണ്ട്. അത് ഡോഗ്സിന് വേണ്ടിയിട്ടാണ്. ഒരു 15 ദിവസത്തെ ട്രെയിനിങ്. ജസ്റ്റ് ഡോഗിനെ ലീഷിൽ പ്രോപ്പറായി നടത്തിക്കാനും ആ ഒരു ലീഷിൽ കിടന്നുള്ള ഒരു വെപ്രാളും കാര്യങ്ങളൊക്കെ മാറ്റി അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഈ ഒരു ട്രെയിനിങ്ങിന് ഏത് ട്രെയിനിങ് ആയാലും നമുക്ക് റെപ്യൂട്ടേഷൻ ഒരുപാട് ആവശ്യമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് ടൈം ഡ്യൂറേഷൻ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു 15 ദിവസം ജസ്റ്റ് ഒരു ബേസിക് ക്ലാസ് മാത്രമാണ്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും അവർ ഡോഗിനെ ട്രെയിൻ ചെയ്യണമെങ്കിൽ അവർക്കും വിളിക്കാം. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അത് എക്സ്ട്രാ ചാർജ് വരും. ഒന്നുകിൽ നമ്മൾ വന്ന് പിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ വെഹിക്കിളോ ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളോ ഉണ്ടാവും. അപ്പൊ അതുവഴി അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നല്ല വെയിലാണ്. ഓക്കെ, ഇത് കുറെ ആയി വീഡിയോ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നു. അപ്പോൾ ഒന്നും ഒരു ഹോട്ട് ആവുന്നില്ല. തൽക്കാലം ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ എന്നെ തന്നെ വിളിക്കാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ബൈ.